മലപ്പുറം പൊന്നാനി സ്വദേശി വിൻസി അലോഷ്യസിന് ഈ ഡിസംബറിൽ 30 വയസ്സ് തികയുന്നതേയുള്ളൂ. അഭിനയിച്ച ആകെ സിനിമകളുടെ എണ്ണമെടുത്താൽ കഷ്ടിച്ച് 13 മാത്രം. പക്ഷേ ഇതിനിടയിൽ രേഖ എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് 2022 മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം വിൻസി കരസ്ഥമാക്കി. പുരസ്കാരം ലഭിച്ചു എന്നതിലുപരി താനൊരു അസൽ അഭിനേത്രിയാണെന്ന് വിൻസി തെളിയിച്ചു. 2019 സിനിമയിൽ വന്ന വിൻസി കേവലം 6 വർഷം കൊണ്ടാണ് അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ചത്. വിൻസിയുടെ അച്ഛൻ അലോഷ്യസ് ലോറി ഡ്രൈവറും അമ്മ സോണി അധ്യാപികയുമാണ്. മാതാപിതാക്കളുടെ പേരുകൾ വിൻസിയുടെ പേരിനൊപ്പമുണ്ട് ഇപ്പോഴും. ആർക്കിടെക്ചറിൽ ബിരുദം നേടിയ ശേഷമാണ് വിൻസി കലാജീവിതം ആരംഭിക്കുന്നത്. മഴവിൽ മനോരമയിലെ നായികന്മാർ എന്ന ടാലന്റ് ഹണ്ട് ഷോയിൽ റണ്ണറപ്പായതോടെ വിൻസി സിനിമാ വൃത്തങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു. മഞ്ജു വാര്യർക്കൊപ്പം ഒരു പരസ്യചിത്രത്തിൽ അഭിനയിച്ച വിൻസിയുടെ പ്രകടനം കയ്യടി നേടി. തൊട്ടടുത്ത വർഷം മഴവിൽ മനോരമയിൽ തന്നെ D5 ജൂനിയർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലും വിൻസി കസറി. സൗബിൻ നായകനായ വികൃതി എന്ന പടത്തിൽ ശ്രദ്ധേയമായ ഒരു റോളിലേക്ക് വിൻസി ക്ഷണിക്കപ്പെട്ടു. ആ വേഷം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. വിൻസിയുടെ സ്വാഭാവികമായ അഭിനയ രീതിക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ആരാധകരുണ്ടായി. കനകം കാമിനി കലഹം എന്ന പടത്തിലെ പ്രകടനവും ചർച്ചയായി. കുഞ്ചാക്ക ബോബനൊപ്പം ഭീമന്റെ വഴിയിൽ അഭിനയിച്ച വിൻസിക്ക് വീണ്ടും കയ്യടി ലഭിച്ചു. മാധ്യമങ്ങൾ അവരുടെ അഭിനയത്തെ പ്രകീർത്തിച്ചെഴുതി. പൃഥ്വിരാജ് നായകനായ ജനഗണമനയിലെ ഗൗരി ലക്ഷ്മി എന്ന കഥാപാത്രവും വിൻസിയുടെ റേഞ്ച് വെളിപ്പെടുത്തുന്നതായിരുന്നു. രേഖ എന്ന ഓഫ് ബീറ്റ് ചിത്രം വിൻസിയുടെ കരിയർ ഗ്രാഫ് പൊടുന്നനെ ഉയർത്തി. അനിതര സാധാരണമെന്ന് വിലയിരുത്തപ്പെട്ട പ്രകടനത്തിന് സംസ്ഥാന അവാർഡും ലഭിച്ചു. ഫിലിം ഫെയർ അവാർഡ് കൂടി ലഭിച്ചതോടെ വിൻസി അലോഷ്യസ് എന്ന നാമധേയം മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു. അതീവ സാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ചു വളരുന്ന പല പെൺകുട്ടികളും തങ്ങൾക്ക് അപ്രാപ്യമെന്ന് കരുതി വിട്ടുകളയുന്ന ഒരു മേഖലയിൽ ധൈര്യപൂർവ്വം കടന്നുവന്ന് മോഹിപ്പിക്കുന്ന വിജയങ്ങൾ നേടിയ ഒരു നടി. വിൻസിയുടെ ജീവിതം ആ അർത്ഥത്തിൽ പ്രചോദനാത്മകമാണ്. കുഞ്ഞുനാളിലെ വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു വിൻസി. കാവ്യ മാധവനും മീര ജാസ്മിനും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് അവരുടെ അഭിനയവും ചാനലുകളിൽ വരുന്ന അഭിമുഖങ്ങളുമൊക്കെ കണ്ട് അവരെപ്പോലെയാകാൻ തീവ്രമായി മോഹിച്ച പെൺകുട്ടി. മകളുടെ ട്രാക്ക് തങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വിഭിന്നമാണെന്ന് മാതാപിതാക്കൾക്ക് പോലും ബോധ്യമായി. അവർ ദിവസവും കാണുന്നത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുന്ന വിൻസിയെയാണ്. ചെറുപ്പത്തിൽ നിറം കുറഞ്ഞ കുട്ടിയെന്ന് പലരും വിശേഷിപ്പിച്ചപ്പോൾ മറ്റു കുട്ടികളെപ്പോലെ തകർന്നു പോയില്ല വിൻസി. പകരം ഭംഗിയുള്ള സിനിമാ മേഖലയിലേക്ക് പോയാൽ തനിക്കും ഭംഗി വയ്ക്കുമെന്ന ശുഭപ്രതീക്ഷ വച്ചു പുലർത്തുകയാണ് ചെയ്തത്. നിറയെ മുടിയുണ്ടായിരുന്ന വിൻസി വിനോദയാത്രയിലെ മീര ജാസ്മിനെ കണ്ട് മുടി അങ്ങ് മുറിച്ചു കളഞ്ഞു. അത് കുറെ കയറിപ്പോയി. അതോടെ വിൻസിയുടെ രൂപം തന്നെ മാറി. ഇതൊക്കെയാണെങ്കിലും അപ്പച്ചന് വിൻസിയിൽ വലിയ വിശ്വാസമായിരുന്നു. ലോറി ഓടിച്ചു പോകുന്നതിനിടയിൽ അടുത്തിരിക്കുന്ന ആളോട് അപ്പച്ചൻ പറയുമായിരുന്നു, അവൾ എവിടെയെങ്കിലുമൊക്കെ എത്തുമടാ. കേട്ടിരുന്നയാൾ വന്ന് വിൻസിയോട് വിവരം പറഞ്ഞു. അതോടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചു. പക്ഷേ അവിടെയും ഒരു വൈരുദ്ധ്യമുണ്ടായിരുന്നു. സ്കോളർഷിപ്പോടെ നല്ല നിലയിൽ പഠിച്ചു മുന്നേറുന്ന വിൻസി ആ നിലയിൽ ഉയരുമെന്നായിരുന്നു അപ്പൻ്റെ പ്രതീക്ഷ. പക്ഷേ വിൻസിയുടെ മനസ്സ് നിറയെ സിനിമയായിരുന്നു. വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ വളർന്ന കുട്ടിയായിരുന്നു വിൻസി, ഒറ്റമകൾ. ആഗ്രഹിച്ച കോഴ്സ് ചെയ്യാൻ വിശാഖപട്ടണത്ത് അഡ്മിഷൻ കിട്ടിയപ്പോൾ അവിടെ വെടിവയ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയ അച്ഛൻ മകളുടെ സുരക്ഷിതത്വത്തിലുള്ള ആകുലത കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപരിചിതമായ ഒരു ദേശത്തേക്ക് മകളെ തനിച്ചു വിടാൻ മനസ്സ് വന്നില്ല. ഒടുവിൽ കേരളത്തിൽ തന്നെ ആർക്കിടെക്ചർ ഡിഗ്രി കോഴ്സ് നല്ല നിലയിൽ പൂർത്തിയാക്കിയ വിൻസി ഒരു ദിവസം തീരെ പ്രതീക്ഷിക്കാതെ റിയാലിറ്റി ഷോയിലേക്ക് പോയപ്പോൾ വീട്ടുകാർക്ക് അതൊരു ഷോക്കായി. സെലക്ഷൻ കിട്ടി ഷൂട്ട് കഴിഞ്ഞ് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമെന്ന ഘട്ടം വന്നപ്പോൾ അപ്പനോട് പറഞ്ഞു. കയ്യിൽ കിട്ടുന്നത് വെച്ച് എറിയുമെന്നും ഭയങ്കരമായി ചീത്ത പറയുമെന്നും പേടിച്ചാണ് പോയത്. പക്ഷേ അപ്പൻ്റെ ആദ്യത്തെ ചോദ്യം വിൻസിയെ ഞെട്ടിച്ചു കളഞ്ഞു. അഥവാ ഫസ്റ്റ് റൗണ്ടിലെങ്ങാനും നീ ഔട്ടായാൽ ഞാൻ നാട്ടുകാരോട് എന്തു പറയും? ബ്യൂട്ടി, ഫെയിം, മണി, ഈ 3 കാര്യങ്ങളാണ് പ്രാഥമിക ഘട്ടത്തിൽ വിൻസിയെ സിനിമയിലേക്ക് ആകർഷിച്ചിരുന്നതെങ്കിൽ പിന്നീട് ആ കാഴ്ചപ്പാട് തന്നെ മാറി. ഒരു കഥാപാത്രത്തെ എത്രമാത്രം പൂർണ്ണതയോടെ അവതരിപ്പിക്കാമെന്ന തലത്തിലേക്ക് വിൻസി മാറി ചിന്തിക്കാൻ തുടങ്ങി. സാഹചര്യങ്ങൾ അനുവദിച്ചാൽ ഇനിയും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് വിൻസിയുടെ ആഗ്രഹം.